ഞങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂരിലെ പ്രബുദ്ധരായ ജനങ്ങളും ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും വളരെ ശക്തമായി ഈ കേസിനകത്ത് നിരീക്ഷണം നടത്തി ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ടാണ് ഈ കേസ് ഓരോ കരുവന്നൂരിൽ നിന്നും ഇത് കൊടുങ്ങല്ലൂരിലേക്ക് പോയതും അത് പിന്നെ അയ്യന്തോളിലേക്ക് പോയതും അത് വരടിയത്തേക്ക് പോയതും അത് പെരിങ്ങണ്ടൂരിലേക്ക് പോയതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതിങ്ങനെ വ്യാപിപ്പിക്കുന്നു എന്നുള്ള ധാരണ ഇവർക്കുണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമല്ല. ഇത് രണ്ടാം കുറ്റപത്രത്തിലേക്ക് കടന്നില്ല. ഇത് വളരെ കൃത്യമായി CPM ഡീലിന്റെ ഭാഗമായി CPM BJP ഡീൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ആദ്യത്തെ നോട്ടീസ് കിട്ടിയപ്പോൾ MM വർഗീസ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഹാജരാകാൻ കഴിയൂ എന്ന് MM വർഗീസ് പറഞ്ഞു. ഈ പിന്നെ MB ഗോവിന്ദൻ മാഷ് എന്താണ് പറഞ്ഞത്? എന്താ ED മൂക്കിൽ കയറ്റോ, ഞങ്ങൾക്ക് അതിന് സമയമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം എടുത്ത് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പോൾ എന്തുകൊണ്ടാണ് പോയത്? അത് കൃത്യമാണ്. തൃശ്ശൂരിൽ ഇവിടെ കൃത്യമായി അരുൺകുമാർ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഡീൽ എന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞതാരാണ്? AC മൊയ്തീനാണ് പറഞ്ഞത്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള പരവതാനി ED വിരിക്കുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളുകൾ CPMകാരാണ്. അപ്പൊ ഇവിടെ ഡീൽ കൃത്യമാണ്. ഈ ഡീൽ ഉറപ്പിക്കുകയാണ്. ഒരു പോത്തിന്റെ ചന്തയിൽ കയ്യിൽ തുണിയിട്ട് അത് ഉറപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും സംശയമുണ്ടാകുമ്പോൾ ഓരോ അന്വേഷണ ഏജൻസികളെ വിട്ട് വിറപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഡീൽ കൃത്യമാക്കി നടത്തുകയാണ്.